ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അർച്ചന ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എത്തണം, ആരാ എന്താണെന്നൊന്നും അറിയില്ല, ആക്സിഡൻ്റ് ആണോ, ആരെങ്കിലും ഇത് ചെയ്തു വെച്ചതാണോ എന്നൊന്നും അറിയില്ല, പെട്ടെന്ന് വരണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നാട്ടുകാരെല്ലാവരും അവിടെ കൂടുന്നുണ്ട്. അതിന് അർച്ചനയാണെന്നുണ്ടെങ്കിൽ എണീക്കുക എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ബോധം തെളിയിക്കാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും മയക്കത്തിലേക്കാണ് ആ പെൺകുട്ടി പോകുന്നത്. അങ്ങനെ പോലീസുകാരൊക്കെ വന്ന് ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന സത്യം അർച്ചന അറിയുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ പോലീസുകാർ വിവരം അറിയിക്കുന്നുണ്ട്. ഇത് നമ്മൾ കരുതിയതേ പോലെ ആക്സിഡൻ്റ് ഒന്നുമല്ല, ഇതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. കാരണം കുറച്ച് പേര് കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ നെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് അർച്ചന. അയ്യോ, അതെങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയില്ല, ഇനി ആ സ്ഥലം ഒന്നും കൂടെ പോയി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിങ്ങളൊരു വക്കീലല്ലേ, നിങ്ങൾ കൂടെ പോന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അർച്ചനയും പോലീസുകാരൊക്കെ കൂടി അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അപ്രതീക്ഷിതമായി ഒരാളുടെ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ അത് ഉടൻ തന്നെ ആ ലേഡി പോലീസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അർച്ചനയും അത് നോക്കുന്നുണ്ട്, അത് ആരായെന്ന്. പക്ഷെ അത് അർച്ചനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. പിന്നീട് ആശുപത്രിയിൽ ചെന്ന് അർച്ചന ആ പെൺകുട്ടിയോട് ബോധം വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, മോളെ നീ ആരാ, നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്, നിനക്ക് എന്താ ഇന്നലെ രാത്രി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരുപാട് കാരണമുണ്ട്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി പറയുന്നതെല്ലാം കേട്ട് ഒരു നെടുവീർപ്പോടെ അർച്ചന നിൽക്കുന്നുണ്ട്.